പ്രിയപ്പെട്ട ശാലോം പ്രേക്ഷകരെ, കരുണയുടെ അസാധാരണ വിശുദ്ധ വർഷം പ്രമാണിച്ച് ഏലയോസ് എന്ന പേരിൽ ശാലോം പ്രക്ഷേപണം ചെയ്യുന്ന പ്രത്യേക പരിപാടിയുടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന വിശിഷ്ട വ്യക്തികളെ ആദ്യം പരിചയപ്പെടുത്താം. ഇത് ബഹുമാനപ്പെട്ട ജോസഫ് പാംബ്ലാനി അച്ഛൻ, ബൈബിളിൽ ഡോക്ടറേറ്റുള്ള അച്ഛൻ, അറിയപ്പെടുന്ന ബൈബിൾ പണ്ഡിതനും വാഗ്മിയും ധ്യാനഗുരുവുമാണ്. പ്രിയപ്പെട്ട പാംബ്ലാനി അച്ഛന് സ്വാഗതം. അടുത്തത് ഡോക്ടർ ചാക്കോ കാളംപറമ്പിൽ, കോഴിക്കോട് ദേവഗിരി സെൻറ്റ് ജോസഫ്സ് കോളേജിൽ കഴിഞ്ഞ 29 വർഷമായിട്ട് ഫിസിക്സ് അധ്യാപകനാണ്. താമരശ്ശേരി രൂപതയുടെ പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറിയാണ്. പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതിയുടെ ജനറൽ കൺവീനറാണ്. പഠനത്തോടൊപ്പം വൈവിധ്യമാർന്ന ഇതര ശുശ്രൂഷകളിലും സജീവമായി പ്രവർത്തിക്കുന്ന ആളാണ് ചാക്കോ സാറ്. സാറിനെ കൃത്യമായിട്ട് ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ എപ്പിസോഡിൽ ശാരീരിക കാരുണ്യ പ്രവൃത്തികളിൽ ഒന്നായ വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുക എന്നതിനെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്തത്. മറ്റ് കാരുണ്യ പ്രവൃത്തികൾ ദാഹിക്കുന്നവർക്ക് കുടിക്കാൻ കൊടുക്കുക, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം നൽകുക, പാർപ്പിടമില്ലാത്തവർക്ക് പാർപ്പിടം നൽകുക, രോഗികളെയും തടവുകാരെയും സന്ദർശിക്കുക, അവശരെ സഹായിക്കുക, മരിച്ചവരെ അടക്കുക എന്നീ ശാരീരിക കാരുണ്യ പ്രവൃത്തികളെ പറ്റിയാണ് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ കൂടുതലായിട്ട് ചർച്ച ചെയ്യുന്നത്. ആദ്യത്തെ കാരുണ്യ പ്രവൃത്തി ദാഹിക്കുന്നവർക്ക് കുടിക്കാൻ കൊടുക്കുക. മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളിൽപ്പെട്ട ഒന്നാണ് ശുദ്ധമായ കുടിവെള്ളം. പക്ഷെ ലോകത്തിൽ അനേക വ്യക്തികൾ കുടിവെള്ളമില്ലാതെ ജീവിക്കുന്നുണ്ട്. ധാരാളം മഴയും പുഴയും തോടും കിണറുമൊക്കെ ഉള്ള കേരളം പോലും ചില മാസങ്ങളിൽ കുടിവെള്ളത്തിനായി കേഴുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ദാഹിക്കുന്നവർക്ക് കുടിക്കാൻ കൊടുക്കുക എന്ന ഈ കാരുണ്യ പ്രവൃത്തി, അതിൻ്റെ പ്രാധാന്യം എന്താണ്, പ്രസക്തി എന്താണ്, ഏത് വിധത്തിൽ ഈ മേഖലയിൽ നമുക്ക് കരുണയോടെ പെരുമാറാൻ സാധിക്കും എന്നാദ്യം നമുക്ക് ചിന്തിക്കാം. പമ്പാനീച്ചൻ ചർച്ചയ്ക്ക് തുടക്കം കുറിക്കുന്നു. ഈ കുടിവെള്ള പ്രശ്നം നമ്മുടെ നാട്ടിൽ ലോകത്തെല്ലായിടത്തും അഥവാ പല സ്ഥലത്തും രൂക്ഷമാണ്. എങ്ങനെ നമുക്കതിനെ കാണാൻ സാധിക്കും? കുടിവെള്ളം ഒരു വ്യവസായവൽക്കരിക്കപ്പെട്ട വസ്തുവായി തീർന്നു. അതായത് വലിയ കമ്പനികൾ കുപ്പികളിലാക്കി നിറച്ച് വെച്ച വെള്ളത്തിന് മാത്രമേ കുടിക്കാൻ കൊള്ളുള്ളൂ. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന നീരുറവകളിലെ ശുദ്ധജലത്തിന് അതിന് പ്രസക്തിയില്ല, വിലയില്ല എന്നുള്ളൊരവസ്ഥ. അതുകൊണ്ട് ആത്യന്തികമായി കുടിവെള്ളം ഇങ്ങനെ വ്യവസായവൽക്കരിക്കപ്പെട്ട ഒരു വസ്തുവാക്കി മാറ്റിയപ്പോൾ തന്നെ ഇവിടെ കുടിവെള്ള പ്രശ്നം അടിസ്ഥാനപരമായി രൂപം കൊണ്ടു എന്നുള്ളതാണ് സത്യം. ഇപ്പം ഒരു റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് നിന്നാൽ നമുക്ക് മനസ്സിലാവും, സർക്കാർ വളരെ സംസ്കരിച്ചെടുത്ത ശുദ്ധജലം ഈ ടാപ്പിലൂടെ വിടുന്നുണ്ട്. കുടിക്കാൻ കുടിക്കാൻ തക്ക വിധത്തിൽ വിടുന്നുണ്ടായിരുന്നു. പക്ഷേ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, അത് മിനറൽ വാട്ടറേ മനുഷ്യർ കുടിക്കുകയുള്ളൂ. ബാക്കിയുള്ളവർ ഈ സർക്കാർ കൊടുക്കുന്ന കുടിവെള്ളം എന്ത് ചെയ്തു, അതുകൊണ്ട് കയ്യും മുഖവും കഴുകുക, കാല് കഴുകുക, പറ്റുമെങ്കിൽ അവിടെ ഏന്തി വലിഞ്ഞ് കുളിക്കാനൂടെ നോക്കും. ആ രീതിയിൽ വന്നതോടുകൂടി എന്ത് സംഭവിക്കുന്നു, ഒരുപാട് വെള്ളം നഷ്ടപ്പെട്ടു പോകുന്നു. വാസ്തവത്തിൽ വെള്ളം ദൈവം എന്തോ ഒരു വലിയൊരു അത്ഭുതമാണ്. ബൈബിളിലുടനീളം വെള്ളത്തെ പരിശുദ്ധാത്മാവായിട്ടാണ് കരുതുക. സത്യത്തിൽ ആ ഒരു പ്രതീകത്തിൽ തന്നെ വലിയ അർത്ഥമുണ്ട്. ഈ പരിശുദ്ധാരൂപിയിൽ മുങ്ങുക എന്ന് പറയുന്നതാണ് ജലത്തിൽ മുങ്ങി സ്നാനപ്പെടുക എന്ന് പോലും പറയുന്നതിൻ്റെ ആത്യന്തികമായ അർത്ഥം. ഈ കടൽ വെള്ളത്തെ ദൈവം നീരാവിയാക്കി ശുദ്ധജലമാക്കി. ദൈവം എന്തൊരു വലിയ മിനറൽ വാട്ടർ ഫാക്ടറിയാണ് ആകാശത്ത് നടത്തുന്നത്, അല്ലേ? ഈ ഒരിക്കലും കുടിക്കാൻ കൊള്ളാത്ത കടൽ വെള്ളത്തെയാണ് ദൈവം ശുദ്ധീകരിച്ച്
നമ്മുടെ ഓരോരുത്തരുടെയും മുമ്പിൽ കൊണ്ടുവന്ന് കിണറ്റിലും കുളത്തിലും കിണറ്റിലും കുളത്തിലും കൊണ്ട് ഇറക്കി വിടുന്നത്. പക്ഷേ വീട്ടുമുറ്റത്ത് തന്നെ അല്ലേ? വീട്ടുമുറ്റത്ത് ഈ മഴവെള്ളം സംഭരിക്കാനോ അത് വേണ്ട രീതിയിൽ ക്രമീകരിക്കാനോ ഉപയോഗിക്കാനോ ഉള്ള സംവിധാനങ്ങൾ ഇപ്പം കഷ്ടി ഒരു ടാങ്ക് ഉണ്ടാക്കണമെന്നൊക്കെ നിയമം ഉണ്ടായി വരുന്നുണ്ടെന്നുള്ളത് ഭാവാത്മകമാണ്. എങ്കിലും വളരെ നിരുത്തരവാദപരമായ നിസ്സംഗത ഈ നമ്മുടെ മഴവെള്ളത്തെക്കുറിച്ച് നമ്മൾ പുലർത്തുന്നതിൻ്റെ അനന്തരഫലമാണ് വാസ്തവത്തിൽ ഇത്. അതുപോലെ തന്നെ ഈ ഭൂഗർഭജലം അനാവശ്യമായി ഇങ്ങനെ കുഴിച്ചെടുക്കുന്നത് കൊണ്ട് ഏറ്റവും വരൾച്ചയുണ്ടായ ലാത്തൂരിലെ ഭൂഗർഭജലത്തെക്കാളും താഴ്ന്നതാണ് കേരളത്തിലെ ഭൂഗർഭജലത്തിൻ്റെ തോതെന്നാണ് ശാസ്ത്രീയമായി കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഈ ധാരാളിത്തം ആത്യന്തികമായി വലിയ നഷ്ടത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നതെന്ന് ഓർക്കും. സാർ ഒരു ശാസ്ത്ര വിഷയം പഠിപ്പിക്കുന്ന ആളാണ്. എന്തുമാത്രം വെള്ളത്തിൻ്റെ ദുരുപയോഗം നമ്മുടെ നാട്ടിലും എല്ലാ നാട്ടിലും ഏതെല്ലാം വിധത്തിൽ വെള്ളം ആളുകൾ വെറുതെ നശിപ്പിച്ച് കളയുന്നു. എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ആളുകൾക്ക് എവിടെയൊക്കെ ആ കാര്യത്തിൽ ഉൾക്കാഴ്ചകൾ വേണം? ഒന്നാമത് ഈ ജലസ്രോതസ്സുകൾ മലിനീകരിക്കപ്പെടുക എന്ന് പറയുന്നത് വെള്ളത്തിൻ്റെ ഒരു ദാരിദ്ര്യത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നുണ്ട്. ഈ മലിനീകരണം എന്ന് പറയുന്നത് പല ഘട്ടങ്ങളിലുണ്ടാകുന്നുണ്ട്. ഒരുപക്ഷെ വ്യവസായ കേന്ദ്രങ്ങളിൽ നിന്നുള്ള മലിനീകരണമാകാം, വീടുകളിൽ നിന്നുള്ള മാലിന്യങ്ങളാകാം, സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങളാകാം. അത് പ്രോപ്പറായിട്ട് മാലിന്യങ്ങളെ ശുദ്ധീകരിച്ച് വിടാതെ കുടിവെള്ളത്തിലേക്കും കുളിവെള്ളത്തിലേക്കുമൊക്കെ കടത്തിവിടുന്ന ഒരു സമ്പ്രദായം ഇത് ഇഷ്ടം പോലെ അവൈലബിളാണ്. ഇതൊരിക്കലും തീരില്ല എന്നുള്ള ഒരു തെറ്റായ ഒരു ബോധ്യം മനുഷ്യൻ്റെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്ന ഒരു ആസ്പെക്റ്റാണ്. അപ്പോൾ വീടുകളിൽ തന്നെ അച്ഛൻ ചോദിച്ചതുപോലെ കുളിക്കാൻ കയറിയാൽ നമ്മുടെ പിള്ളേരൊക്കെ എത്രയോ സമയമാണ് അവരിങ്ങനെ വെള്ളം തുറന്നു വിട്ട് സ്വതന്ത്രമായി അതിങ്ങനെ ഒഴുകി പോകുന്നത്. ഇതൊരിക്കലും തീരില്ല ടാങ്കിലെ വെള്ളം എന്നുള്ള മട്ടിലാണ് കുട്ടികൾ. അപ്പോൾ തന്നെയല്ല ബഹുമാനപ്പെട്ട പാമ്പളച്ചൻ സൂചിപ്പിച്ചതുപോലെ നമുക്ക് കുടിവെള്ളം കുപ്പിയിൽ ലഭിച്ചാലേ അത് കുടിവെള്ളമാവുന്നുള്ളൂ. നമുക്ക് ശുദ്ധമായ ജലസ്രോതസ്സുകൾ പ്രത്യേകിച്ച് മലയോര മേഖലകളിലൊക്കെ ഉണ്ട്. പക്ഷേ എന്ത് വരുന്നു, ജലസ്രോതസ്സുകളും ജലം തങ്ങി നിർത്തേണ്ട പ്രദേശങ്ങളുമൊക്കെ ഇന്ന് നീർത്തടങ്ങളൊക്കെ ഇന്ന് ആ തരത്തിൽ മണ്ണിട്ട് നികത്തുന്നതുകൊണ്ടുണ്ടാകുന്ന ഒരു പ്രതിസന്ധി ജലദൗർലഭ്യത്തിലേക്ക് നമ്മളെ നയിക്കുന്നുണ്ട്. ആ ഒരു വശവും നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പം ജലം ഒരു വിധത്തിൽ അത് വിനിയോഗത്തിലുണ്ടാകുന്ന അപജയങ്ങൾ, രണ്ടാമത് ജലസ്രോതസ്സുകളെ തന്നെ നമ്മൾ ഇല്ലായ്മ ചെയ്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ ജലദൗർലഭ്യത്തിലേക്ക് നമ്മളെ നയിക്കുന്നുണ്ട്. അടുത്ത യുദ്ധം പോലും, ലോകയുദ്ധം പോലും കുടിവെള്ളത്തിനാണെന്ന് പറയപ്പെടുന്നു. ആ തരത്തിലൊരു നീക്കത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ 20 രൂപയ്ക്ക് ഞാൻ അല്ലെങ്കിൽ 25 രൂപയ്ക്ക് ബോട്ടിൽ വാങ്ങി ഇവിടെ കുടിക്കുന്നു. പക്ഷേ അതേ സമയത്ത് എൻ്റെ വീട്ടിൽ മലയോര മേഖലയാണെങ്കിൽ നമ്മൾ നോക്കുക, ഒരു വർഷം മുഴുവനും വെള്ളം ഇങ്ങനെ വെറുതെ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്നു. ഈ വെള്ളത്തെ പ്രോപ്പറായിട്ട് ചാനലൈസ് ചെയ്യാനോ അത് കുടിവെള്ളമാക്കാനോ മാറ്റാനോ ഉള്ള സംവിധാനങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നില്ല. വേറൊരു കാര്യം ചോദിക്കട്ടെ, അതായത് നമ്മൾ സാധാരണ വെള്ളത്തിൻ്റെ ഉപയോഗം എന്ന് പറയുമ്പോൾ ഞാൻ അലക്കുന്നത്, ഞാൻ കുളിക്കുന്നത്, ഞാൻ കുടിക്കുന്നത് മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ പരോക്ഷമായ വെള്ളത്തിൻ്റെ ഉപയോഗമാണ് അതിനേക്കാൾ വളരെ കൂടുതൽ. ഉദാഹരണം പറഞ്ഞാൽ കൃഷി, ഭക്ഷണം പാകം ചെയ്യൽ, പാത്രങ്ങൾ കഴുകൽ, തുണി അലക്കൽ, അതുപോലെ ഈ ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ് ഉണ്ടാക്കുക, വണ്ടി കഴുകുക, തോട്ടം നനയ്ക്കുക, ഇങ്ങനെ ഒരുപാട് മേഖലയിൽ വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. പലതും നമ്മൾ നേരിട്ടല്ല, പക്ഷെ നമുക്ക് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ നേരിട്ട് ഉപയോഗിക്കുന്നതൊക്കെ വളരെ കൂടുതൽ വെള്ളം പരോക്ഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം എല്ലാ മേഖലയിലും ജലത്തിൻ്റെ ഉപയോഗത്തിനൊരു നിയന്ത്രണം ഉണ്ടാകണം. ആ നിയന്ത്രണം ഉണ്ടാകണമെങ്കിൽ ഈ വെള്ളത്തിൻ്റെ ദൗർലഭ്യത്തെപ്പറ്റി, അതിൻ്റെ വിലയെപ്പറ്റി ഒരു ബോധമുണ്ടാകണം. അതുകൊണ്ട് ഏത് മേഖലകളിലൊക്കെ നമുക്കിതിൻ്റെ ഉപയോഗം കുറയ്ക്കാനും ഒക്കെ സാധിക്കുമെന്ന് വളരെ വ്യക്തമായിട്ടുള്ള പ്രായോഗിക നിർദ്ദേശങ്ങൾ പറയാമോ? അച്ഛൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വീട്ടിലായാലും സ്ഥാപനങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ദൈനംദിന ആവശ്യത്തിന് ഉപയോഗിക്കുന്ന വെള്ളം, അതിൻ്റെ ക്വാണ്ടിറ്റി അത് നമ്മൾ മനസ്സിലാക്കി ഉപയോഗിക്കാനുള്ള ശ്രമം ബോധപൂർവമായിട്ട് എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. രണ്ടാമത് നമ്മൾ ഈ വെള്ളത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ ഡ്രിപ്പ് ഇറിഗേഷൻ ഉദാഹരണത്തിന് കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കുന്നു. ആവശ്യമില്ലാതെ ഒരു ബക്കറ്റ് വെള്ളം കൊണ്ട് ഒരു ചെടിയുടെ ചുവട്ടിൽ ഒഴിക്കേണ്ട കാര്യമില്ല. ഒരുപക്ഷെ അതിന് ആവശ്യമുള്ളത് എത്രയാണെന്ന് അറിഞ്ഞാൽ അതിനെക്കുറിച്ചൊരു ബോധ്യം ഉണ്ടെങ്കിൽ അതനുസരിച്ച് വെള്ളം കൊടുത്താൽ മതി. തെങ്ങ് നനയ്ക്കാനായി വെള്ളം ഉപയോഗിക്കുന്നു. നമുക്ക് അതിനൊക്കെ പറ്റിയ വിധത്തിൽ ഇറിഗേഷൻ സംവിധാനങ്ങൾ രൂപപ്പെടുത്താനായിട്ട് കർഷകർക്ക് അവയർനെസ് കൊടുക്കുന്നതൊക്കെ ഒരു പരിധിവരെ അത് കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു ബോധ്യം. ഞാനിങ്ങനെ ഒരു സ്ഥലത്ത് വായിക്കുകയുണ്ടായി, ഒരു ടീഷർട്ട് ഉണ്ടാക്കുമ്പോൾ 2700 ലിറ്റർ വെള്ളം ചിലവാകുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു ടീഷർട്ട് വാങ്ങുന്നത് കുറച്ചാൽ 2700 ലിറ്റർ വെള്ളം ലാഭിക്കാം. അങ്ങനെയാണെങ്കിൽ ആളുകൾ വാങ്ങി ഉപയോഗിക്കുന്ന, അനാവശ്യമായി വാങ്ങി ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ അളവ് കുറച്ചാൽ, വസ്ത്രങ്ങൾ തന്നെയല്ല എല്ലാ സാധനങ്ങളും, പേപ്പർ വളരെ നല്ല ആവശ്യമാണ്, നിർമ്മാണത്തിന് വെള്ളം ആവശ്യമാണ്.
അപ്പം അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മറ്റൊന്ന് പറയുന്നത്, ആകെ വെള്ളത്തിൻ്റെ, ലോകത്തിലാകെ ലഭ്യമായ വെള്ളത്തിൻ്റെ 1% കൃഷി, മൃഗങ്ങൾ, മനുഷ്യരെന്നിവ ഉപയോഗിക്കുന്നത്. ബാക്കി ഉപയോഗിക്കാൻ പറ്റുന്നില്ല. 2030 ആകുമ്പോഴത്തേക്കും ജലത്തിൻ്റെ ലഭ്യതയേക്കാൾ 40% ജലത്തിൻ്റെ ഡിമാൻഡ് കൂടുതലായിരിക്കുമെന്ന് പറയുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മളെല്ലാവരെയും, ലോകത്തെയും വ്യക്തികളെയും സമൂഹത്തെയൊക്കെ പ്രതികൂലമായിട്ട് ബാധിക്കാൻ പോകുന്നൊരു വിഷയമാണ്. അപ്പോൾ ആ മേഖലയിൽ കൂടുതൽ ശ്രദ്ധിക്കാനുള്ള ഒരു ശ്രദ്ധ, അല്ല ഒരു കരുതൽ നമുക്ക് ആവശ്യമാണെന്ന് തോന്നുന്നു. മറ്റൊന്നാണ് ഭവനമില്ലാത്തവർക്ക് ഭവനം നൽകുക, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം നൽകുക. ഈ 2 കാര്യങ്ങളെ പറ്റിയുള്ള ഒരു പൊതു അഭിപ്രായങ്ങളൊന്ന് പറഞ്ഞിട്ട് നമുക്ക് അടുത്തയിലേക്ക് കിടക്കാം. ഭവനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മലയാളി ഈ പറഞ്ഞ ധൂർത്ത്, ആഡംബരം അതിൻ്റെ പരകോടിയിലെത്തിയ ഒരു സമൂഹമാണ്. കാരണം ഒരു വീട്ടിൽ അപ്പനും അമ്മയും 2 പിള്ളേർ ഉള്ളൂ, ഇവിടുത്തെ ശരാശരി ഒരു വീട്ടിൽ. അപ്രകാരം ഒരു വീട്ടുകാർക്ക് അതാമസിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന വീടിലെ ബെഡ്റൂമുകളുടെ എണ്ണം അത്ഭുതപ്പെടുത്തുന്നത്. ഞാനൊരിക്കൽ വീട് വെഞ്ചരിക്കാൻ വേണ്ടി മലബാറിലെ ഒരു സാധാ ഇടവകയിലെ ഒരു വീട് വെഞ്ചരിക്കാൻ പോയി. എൻ്റെ ഈ ആനാമുള്ളം തളിക്കുന്ന 2 കറാപ്പിലെ തീർന്നിട്ട് ആ മുറി തീർന്നു. കാരണം അവർ അവസാനം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു അതിൽ 21 ബെഡ്റൂമുകൾ ആ വീട്ടിലുണ്ട്. ആ വീട്ടിൽ ആകെ മൊത്തം താമസിക്കുന്നത് 5 പേരേ ഉള്ളത്. എന്തിനാണ് ഇവർ ഇത്രയും പണിത് കൂട്ടിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ 21 ബെഡ്റൂമും ആ വീടിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും ആരും വന്ന് കിടക്കാൻ പോകുന്നുള്ളതല്ല. പക്ഷേ എന്നിട്ടും മനുഷ്യനിങ്ങനെ ധൂർത്ത്, ആഡംബരം, വാസ്തവത്തിൽ ഇങ്ങനെ എനിക്കൊരു വീട് പണിതിട്ട്, എനിക്ക് ജീവിക്കാനുള്ള മാന്യമായൊരു വീട് പണിതിട്ട് വേറെ ഒരു 10 വീടുകൂടെ പണിയാനുള്ള കാശ് അയാൾ ആ ഒരൊറ്റ വീടിന് മുടക്കി അത് മെയിൻറ്റെയിൻ ചെയ്യുക, അതിനേക്കാളും കാശ് മുടക്കുന്നു. അതിന് ടാക്സ് കൊടുത്ത് അതിനേക്കാളും ലക്ഷറി ടാക്സ് കൊടുക്കുന്നു. ഇത്തരത്തിൽ ഉള്ള ഒരു ഭവന സംസ്കാരം, വളരെ തെറ്റായൊരു ഭവന സംസ്കാരമാണ് നമ്മുടെ നാട്ടിലുള്ളത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ യാഥാർത്ഥ്യം. സാറേ, ഒരുപാട് പേര് സ്ഥലവും വീടും ഇല്ലാത്തവർ നമ്മുടെ നാട്ടിലും ഒക്കെ ഉണ്ട്. അവരെ സഹായിക്കാനായിട്ട് നമുക്ക് പ്രായോഗികമായിട്ട് ചെയ്യാവുന്ന ചില നിർദ്ദേശങ്ങൾ സാറിന് പറയാമോ? എനിക്ക് തോന്നുന്നു ഈ ഭവനം ഇല്ലാത്ത അച്ഛൻ വളരെ ശരിയായ ഒരു ദിശയിലേക്കാണത് ചൂണ്ടിക്കാണിച്ചത്. നമ്മൾ സാധാരണ കാണുന്നത് പോലെയല്ല. ഞാൻ ഈ അടുത്ത നാളുകളിൽ ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ സ്വന്തമായി സ്ഥലവും വീടുമില്ലാത്തവർ, സ്വന്തമായി സ്ഥലമില്ലാത്തവർ, ഇങ്ങനെയുള്ള ഒരുപാട് കുടുംബങ്ങളുണ്ട്. നമ്മൾ അടിയന്തരമായിട്ട് സർക്കാരിൻ്റെ സംവിധാനങ്ങളൊക്കെ പേപ്പറിലൊക്കെ പറയുന്നുണ്ടെങ്കിലും എത്തേണ്ടവരിലേക്ക് ഇത് എത്താനത് ഒത്തിരി തടസ്സമാണ്. കാരണം അവർക്ക് ഒരു വീട് 2 വീട് ഒരു പഞ്ചായത്തിൽ നിന്നുള്ള കണക്കിലൊക്കെയാണ് അവർ പോകുന്നത്. പക്ഷേ സാധാരണക്കാർ ഇതില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. അവരിലേക്ക് ഇതെത്താൻ എനിക്ക് തോന്നുന്നത് ആദ്യം ഒരു ബിൽഡിംഗ് ഒരു കോഡ് നമുക്ക് കേരളത്തിലുണ്ടാവണം. ഇത്ര ഒരു അംഗങ്ങളുടെ ഒരു കുടുംബത്തിൽ ഇത്ര റൂമുള്ളൊരു വീട് പണിതാൽ മതി എന്നുള്ള ഒരു നിയമനിർമ്മാണം തന്നെ കേരളത്തിന് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഈ ആർഭാടങ്ങളെ ഒഴിവാക്കാനായിട്ട്. അതുപോലെ ഈ അച്ഛൻ സൂചിപ്പിച്ച 2, 3, 4 അംഗങ്ങളുള്ളത് 2 നില വീട് പണിയുന്നു. മുകളിലേക്ക് കയറാൻ പറ്റുന്നില്ല, താഴേക്ക് ഇറങ്ങാനും പറ്റുന്നില്ല, അംഗങ്ങൾ തമ്മിൽ ബന്ധങ്ങളില്ല, കുടുംബ ബന്ധങ്ങൾ തമ്മിൽ കുറഞ്ഞു പോകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഇതൊക്കെ ദൂഷ്യവചങ്ങളായിട്ടാണ് തന്നെ നിലനിൽക്കുന്ന കുടുംബങ്ങൾ. എന്നോട് തന്നെ 2 നിലയുള്ളൊരു വീടിൻ്റെ ഉടമ പറഞ്ഞു, ഒരിക്കലും വീട് പണിയാണെങ്കിൽ 2 നില വീട് പണിയരുത്. കാരണം മുകളിലും താഴെ തമ്മിലൊരു ബന്ധവുമില്ല, ഒന്ന് വിളിച്ചാലും കേൾക്കുന്നില്ല, ഒന്നും അറിയുന്നുമില്ല, അടിച്ചുവാരി ഇടാൻ പോലും പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നു. അപ്പം നമ്മളിതൊക്കെ ഒരു ആർഭാടത്തിന് വേണ്ടി ചെയ്യുമ്പോഴും അതൊരു കുടുംബ പശ്ചാത്തലത്തിലേക്ക് അത് ഗുണകരമായി ഭവിക്കുന്നില്ല എന്നൊരു വസ്തുത അവിടെ നൽകുന്നു. അല്ല, ഇപ്പോൾ ഈ വീടില്ലാത്തവരെ, സ്ഥലമില്ലാത്തവരെ സഹായിക്കാൻ സാധാരണക്കാർക്ക്, സ്ഥലമില്ലാത്തവർക്ക് ഇന്നത്തെ മാർക്കറ്റ് റേറ്റിൽ 3 സെൻറ്റ് സ്ഥലം പോലും വാങ്ങുക പ്രായോഗികമല്ല. തീർച്ചയായിട്ടും. അപ്പം അങ്ങനെയുള്ളവരെ സമൂഹത്തിന് ഏത് വിധത്തിൽ സഹായിക്കാൻ പറ്റും? ഉദാഹരണം പറഞ്ഞാൽ ഏതെങ്കിലും ഇടവകളോ സന്യാസ സ്ഥാപനങ്ങളോ ഒക്കെ സ്ഥലം 5, 10, 15 സെൻറ്റ് സ്ഥലം കോമൺ ആയിട്ട് കൊടുക്കുക, അല്ല വാങ്ങുക, വ്യക്തികൾ എന്നിട്ട് അതിൻ്റെ അകത്ത് ഫ്ലാറ്റ് സംവിധാനത്തിൽ പണിയുക. ഇങ്ങനെയൊക്കെ വെച്ചാൽ കുറച്ചുകൂടെയൊക്കെ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും. വ്യക്തികളും അതുപോലെ തന്നെ സ്ഥാപനങ്ങളും സഭാ സംവിധാനങ്ങളും മറ്റ് വെൽവിഷേഴ്സ് ആയിട്ടുള്ള അഭ്യുദയകാംക്ഷികളുടെ ആളുകളുടെയും കോൺട്രിബ്യൂഷൻ, പ്രത്യേകിച്ച് ഈ കരുണയുടെ വർഷത്തിൽ നമ്മൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇതുപോലെ ഭവനമില്ലാത്ത വ്യക്തികളെ സഹായിക്കാനുള്ള സംവിധാനം അടിയന്തരമായി നമ്മൾ ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു. അത് ഓരോ ഇടവകതോറും അല്ലെങ്കിൽ സഭ തോറും. എനിക്ക് തോന്നുന്ന രൂപതകളത് താമരശ്ശേരി രൂപതയൊക്കെ അത് ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. കുറേ 400-500 കുടുംബങ്ങളാണ് വീടില്ലാത്തവരും സ്ഥലമില്ലാത്തവരുമായിട്ടുള്ളത്. എന്നാൽ താമരശ്ശേരി രൂപതയിൽ വീടില്ലാത്ത മുഴുവൻ പേരുടെയും ഡേറ്റ കളക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ടൊരു പ്രോജക്റ്റ് ഇട്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. നല്ലൊരു ശ്രമമായിട്ട് തോന്നുന്നു. നല്ലൊരു മാതൃകാപരമായ ശ്രമമാണത്.
മറ്റൊരു വിഷയം നമുക്ക് ഈ രോഗികളെയും തടവുകാരെ സന്ദർശിക്കുക എന്നുള്ളതാണ് മറ്റൊരു കാരുണ്യ പ്രവൃത്തി. രോഗികൾ, പ്രായമായവർ, തടവുകാർ, അതുപോലെ സമൂഹത്തിൽ ഒറ്റപ്പെട്ട ചില വ്യക്തികൾ, കുടുംബങ്ങളൊക്കെയുണ്ട് സാമൂഹ്യ കാരണങ്ങളാൽ. അങ്ങനെയുള്ളവർക്ക് അനുഭവിക്കുന്ന വലിയൊരു ശൂന്യതയും ഏകാന്തതയും നിസ്സഹായതയൊക്കെ ഉണ്ട്. ഏത് വിധത്തിൽ സമൂഹത്തിന് അവരെ കാണാനോ സഹായിക്കാനോ ഒക്കെ സാധിക്കും? അച്ഛൻ തുടങ്ങി വെക്കാം. യെസ്, തീർച്ചയായും പല രീതിയിലുള്ള സംരംഭങ്ങൾ ഈ അടുത്ത കാലത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മുടെ സെമിനാരിക്കാർ ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് ജീസസ് ഫ്രറ്റേണിറ്റി എന്ന പേരിൽ ഈ ജയിൽ മിനിസ്ട്രി. ജയിലിൽ ഇങ്ങനെ കഴിയുന്നവരെ സന്ദർശിക്കുക, അവരുടെ കുടുംബങ്ങളുമായിട്ടുള്ള ആശയവിനിമയം നടത്തുക, അവരുടെ മക്കളുടെ വിദ്യാഭ്യാസം ഏറ്റെടുത്ത് നടത്തുക, തടവിൽ നിന്ന് വന്നവരെ പുനരധിവസിപ്പിക്കുക, അങ്ങനെയുള്ള ചില ഭാവാത്മകമായ നീക്കങ്ങൾ ചെറിയ തോതിൽ ചെയ്യാൻ നമ്മളുടെ പരിമിതമായ സാഹചര്യത്തിൽ സാധിച്ചിട്ടുള്ളൂ. എങ്കിലും അപ്രകാരം ഒരു ചിന്തയും അതിലേക്കുള്ള ഇടപെടലും നടത്താൻ കേരള സഭയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ ഗുണകരമായ വസ്തുതയാണ്. പക്ഷേ അതുപോലെ തന്നെയോ അതിനേക്കാളോ പ്രധാനപ്പെട്ടതാണ് ഈ ഒറ്റപ്പെട്ടു പോയ വീടുകൾ, ഒറ്റപ്പെട്ടു പോയ കാർന്നവന്മാർ, പ്രായമായ മാതാപിതാക്കൾ, ചിലപ്പോൾ മക്കളെല്ലാം ജോലിക്ക് പോയി പകൽ മുഴുവൻ ഒറ്റയ്ക്ക് വീട്ടിലിരിക്കുന്ന അമ്മമാരുണ്ടാകാം. ആ രീതിയിൽ ഒറ്റപ്പെട്ടു പോയവരെക്കുറിച്ചുള്ള ഒരു കരുതൽ, അതിൻ്റെ ആധ്യാത്മികത, അത് ശരിയാം വിധത്തിൽ നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. ഈ ഒറ്റപ്പെട്ടു പോയവരെ കൂട്ടായ്മയിൽ കൊണ്ടുവരാൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അതിനകത്ത് ഞാൻ ഒരു സജഷൻ ചോദിച്ചോട്ടെ. ഒരു ഇടവക സമൂഹത്തിൽ ഇതുപോലുള്ള ആളുകൾ പലപ്പോഴും മക്കൾ ജോലിക്ക് പോയി, പ്രായമായ മാതാപിതാക്കൾ കുടുംബത്തിൽ ഒറ്റത്തിൽ, അപ്പനോ അല്ലെങ്കിൽ അമ്മയോ മാത്രമല്ലേ രണ്ടുപേരും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രായമായ ആളുകൾക്ക് ഒന്നിച്ചു ചേരാൻ, പകൽ സമയത്തെങ്കിലും ഒന്നിച്ചു ചേരാൻ, അവരുടെ സന്തോഷങ്ങൾ പങ്കുവയ്ക്കാൻ, അവർക്ക് പരസ്പരം ഷെയർ ചെയ്യാനൊരു അവസരമായിട്ട് ഇടവക സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ഒരു സംവിധാനം ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ ഇവരെ ഇവിടെ കൊണ്ടാക്കിയിട്ട് ഇവർക്ക് പോവുകയും ചെയ്യാം. അവർക്ക് ഒന്നിച്ചിരുന്നുകൊണ്ട് പകൽ സമയത്ത് ആ ഏകാന്തതയിൽ നിന്ന്, ഈ കാരാഗ്രഹ അനുഭവത്തിൽ നിന്ന് മോചനം പ്രാപിക്കുകയും ചെയ്യാം. ശരി, നമ്മുടെ പള്ളി ഇപ്പോൾ കൊച്ചുങ്ങളെ പ്ലേ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് പോകുന്നത് പോലെ കാരണവന്മാർ അവരുടേതായ ഒരു സംവിധാനവും സുരക്ഷിതത്വവും അതുപോലെ സഹകരിക്കാൻ മനസ്സുള്ളവരെയും ചേർത്ത് ഒരു സ്ഥലം നിർമ്മിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവിടെ പോകാം. മക്കൾക്കാണേലും മനസ്സമാധാനത്തോടെ പോകാം. എന്തെങ്കിലും ആപത്ത് വന്നിട്ടുണ്ടെങ്കിൽ നോക്കാൻ ആളുണ്ടല്ലോ എന്ന് വിചാരിച്ച്, സ്നേഹമില്ലാഞ്ഞിട്ടല്ല, പലപ്പോഴും രണ്ട് മക്കളേ ഉള്ളൂ, സാഹചര്യം കൊണ്ട് അങ്ങനെയാകുന്ന. ഒരുപക്ഷെ അത്തരത്തിലുള്ള സംരംഭങ്ങൾ കൂടി സഭയുടെ ഭാഗത്തു നിന്ന് തന്നെ ഇനീഷ്യേറ്റീവ് ഉണ്ടാകുന്നത് സാറ് സൂചിപ്പിച്ച പോലെ വളരെ നല്ല കാര്യമാണെന്നാണ് എനിക്ക്. ഇതോടെ ബന്ധപ്പെട്ട് മറ്റൊരു കാര്യമുള്ളത്, ഈ ഡോക്ടർമാർ, നഴ്സുമാർ തുടങ്ങിയ ആളുകൾക്ക് ഇന്ന മേഖലയെക്കുറിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നൊരു തോന്നൽ. ഉദാഹരണം പറഞ്ഞാൽ വീടുകളിൽ രോഗികളായി കിടക്കുന്നവർ, പ്രായം ചെന്നവർ, അനാഥശാലകളിൽ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പ്രതിഫലം പറ്റാതെ വല്ലപ്പോഴൊക്കെ പോവുക, അവരെ പരിശോധിക്കുക, മരുന്ന് കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റില്ല അച്ഛാ? തീർച്ചയായും അങ്ങനെയുള്ള പാലിയേറ്റീവ് കെയർ യൂണിറ്റുകൾ പലയിടത്തും അങ്ങനെ മുൻകൈയെടുത്ത് നടത്തുന്നുണ്ട്. പക്ഷേ കുറേ കൂടി ഒരു കമ്മിറ്റ്മെൻറ്റ് ഈ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് മെഡിക്കൽ ഫീൽഡിലുള്ളവർക്ക് ചെയ്യാൻ സാധിക്കേണ്ടതാണ്. കാരണം സാധാരണക്കാരൻ്റെ നികുതി പണം കൊണ്ട് സർക്കാർ മെഡിക്കൽ കോളേജിൽ പഠിച്ചു വരുന്ന ഈ ഡോക്ടർമാർക്ക് പ്രത്യേകിച്ചും സാധാരണ ജനത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് കുറേ കൂടി കരുതലോടെ പെരുമാറാനുള്ള ഉത്തരവാദിത്വമുണ്ട്. മറ്റ് പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് പഠിച്ചവർക്ക് ഇല്ല എന്നല്ല, പക്ഷേ അവർ പറയും ഞങ്ങൾ അതിനേക്കാളും കൂടുതൽ പൈസ കൊടുത്താണ് ഇത് ചെയ്തിരിക്കുന്നത്. പക്ഷേ സാധാരണക്കാരൻ്റെ നികുതിപ്പണം കൊണ്ട് പഠിച്ചവർ 2 കൊല്ലം, നമുക്കറിയാം ഇന്ന് 2 കൊല്ലം സർവീസ് നടത്തണമെന്ന് പറഞ്ഞാൽ പോലും അതെന്തൊരു വിഷമിച്ചാണ് അതിന് നഷ്ടപരിഹാരം കൊടുത്ത് ഒഴിവാകാനാണ് മനുഷ്യർ അവർ ശ്രമിക്കുന്നത്. ആ ഒരു കൾച്ചർ മാറുകയും ഈ സർക്കാർ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നവർ ഇവിടുത്തെ സാധാരണക്കാരനെ ശുശ്രൂഷിക്കാൻ മനസ്സൂടെ ഉള്ളവരാണ്. അങ്ങനെ ഒരു എൻട്രൻസ് പരീക്ഷയാണ് ഇല്ല, അങ്ങനെ ഒരു മാനം കൂടി ഉൾപ്പെടുത്തേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ ചേർത്ത് വെക്കാൻ ഞാൻ ആഗ്രഹിക്കുക, ഇപ്പോൾ നമ്മുടെ മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ രോഗം മിക്കവാറും 90% ഭേദപ്പെട്ടിട്ട്
വീട്ടുകാർ ഉപേക്ഷിച്ച് കൊണ്ടുപോകാനും സാധിക്കാതെ അവരിങ്ങനെ നിസ്സഹായരായി 10, 20, 30 വർഷമായി കഴിയുന്ന ആളുകളുണ്ട്. എത്രയുണ്ട്. അപ്പോൾ അവിടുത്തെ തന്നെയുള്ള അധികാരികൾ പറയാറുണ്ട് ഇവരെ ആരെങ്കിലും ഒന്ന് ഏറ്റെടുത്തിരുന്നെങ്കിൽ. അത്തരത്തിലുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ കാരുണ്യത്തിൻ്റെ ഭാഗമായി സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് ഒരു ചോദ്യചിഹ്നമായിട്ട് അവശേഷിക്കുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നമുക്ക് എങ്ങനെയാണ് ഇങ്ങനെയുള്ള ആളുകളെ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് നമ്മൾ സമഗ്രമായി ചിന്തിക്കണം. പിന്നെ ജയിൽ പുള്ളികൾ, ഒരാൾ ജയിലിൽ പോയി അവൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താണ്? ഒരുപക്ഷെ ആകെ കൂടി ഉണ്ടായിരുന്ന സ്രോതസ്സായിരിക്കും. അതിനെ നമുക്ക് ഏത് തരത്തിൽ അങ്ങനെയുള്ള കുടുംബങ്ങളെ രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിയും. അവിടെ ഒരു കാരുണ്യത്തിൻ്റെ മുഖം നമുക്ക് എത്തിക്കുക. കിടക്കുന്നവരുടെ ഒരുപക്ഷെ വീട്ടിൽ ദാരിദ്ര്യമായിരിക്കും. പിള്ളേരൊക്കെ പഠിക്കാൻ പണം കാണും, സാഹചര്യം ഉണ്ടാവില്ല. അവൻ ജയിൽ പുള്ളി എന്നുള്ള നിലയ്ക്ക് സമൂഹം അവരെ മാറ്റി നിർത്തുകയും ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ജയിൽ പുള്ളികളിലേക്ക് അച്ഛൻ വന്നപ്പോൾ ജയിൽ പുള്ളികളുടെ കുടുംബങ്ങൾ അല്ലെങ്കിൽ മാനസിക രോഗികളുടെ കുടുംബങ്ങൾ അവരൊക്കെ തകർന്നു പോകുന്ന അല്ലെങ്കിൽ തളർന്നു പോകുന്ന സാഹചര്യങ്ങൾ അവരെ കൈത്താങ്ങാകാനായിട്ട് സാധിക്കുന്ന വിധത്തിലുള്ള ഒരു ഓറിയൻറ്റേഷൻ ഈ തലമുറയ്ക്ക് ആവശ്യമുണ്ടെന്നായിരിക്കും. ഓക്കെ സാറേ, നമുക്ക് അടുത്ത 2 വിഷയങ്ങൾ കൂടെ ഉണ്ട്. ഒന്ന് വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുക, മറ്റൊന്ന് മരിച്ചവരെ അടക്കുക. അച്ഛന് തുടങ്ങി വെക്കാം. യെസ്, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുക എന്ന് വസ്ത്രത്തെ സംബന്ധിച്ചുള്ളത് നമുക്ക് നമ്മുടെ വസ്ത്രസങ്കല്പം അറിയണേ. ഓരോരുത്തരും അവരവരുടെ ഡ്രോയിങ് റൂമിലെ അലമാരി തുറന്നു നോക്കിയാൽ മതി എന്തുമാത്രം വസ്ത്രമാണ് നമ്മൾ ചുമ്മാ അടുക്കി കൂട്ടി വെച്ചിരിക്കുന്നത്. നമ്മുടെ വസ്ത്രങ്ങൾ വാങ്ങുന്നതിലെ നമ്മുടെ ധാരാളിത്വവും അതുപോലെ ഓരോ സന്ദർഭത്തിന് പറ്റിയ വസ്ത്രങ്ങൾ എന്ന് പറഞ്ഞ് ആ രീതിയിൽ നമ്മൾ വസ്ത്രത്തിൻ്റെ ആഡംബരം അങ്ങ് വർദ്ധിപ്പിച്ചപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ സാധാരണക്കാരന് ഒരു നഗ്നത മറയ്ക്കാനുള്ള സാധാ വസ്ത്രത്തിന് പോലും ഇപ്പോൾ വലിയ വിലയായി തീർന്നു എന്നുള്ളതാണ് സത്യം. ഈ ആഡംബരക്കാർ ഏതും വാങ്ങും എന്ന് വന്നപ്പോൾ വസ്ത്ര കമ്പനികൾ വസ്ത്രത്തിൻ്റെ എല്ലാം വിലയും കൂട്ടി. നാട്ടിലെ പുത്തമ്പണക്കാർ പറമ്പ് മേടിച്ച് കൂട്ടിയപ്പോൾ സാധാരണക്കാരന് പറമ്പ് മേടിക്കാൻ മേലാന്ന് വന്ന പോലെയാണ് ഇവിടെയും ഇതേ സംഭവം തന്നെയാണ് വസ്ത്രത്തെ സംബന്ധിച്ചുമായിരിക്കുക. അതുകൊണ്ട് ഈ വസ്ത്രത്തിൻ്റെ ആധ്യാത്മികത എന്ന് പറയുമ്പോൾ ഈ കാരുണ്യവർഷത്തിൽ മാർപ്പാപ്പ വിഭാവനം ചെയ്യുന്നത് ഇതാണ്. ഈ മനുഷ്യൻ്റെ സങ്കടം തുണി ഉടുക്കാനില്ലാതിരിക്കുക എന്ന് പറയുന്നതാണ് ഭക്ഷിക്കാനില്ലാതിരിക്കുക എന്ന് പറയുന്നതിനേക്കാളും ദുഃഖകരമായൊരു സാമൂഹിക ജീവിയായ മനുഷ്യനെ സംബന്ധിച്ച് ആ ഒരു സങ്കടം കാണാൻ കഴിയുക, അതിലേക്കാണ് മാർപ്പാപ്പ നമ്മുടെ ശ്രദ്ധയെ ഈ കാരുണ്യവർഷത്തിൽ കൊണ്ടുപോകുന്നത്. ആ ഒരു സങ്കടം തിരിച്ചറിയുക, അവന് സഹായിക്കുക. എൻ്റെ ഉപയോഗം കഴിഞ്ഞ കുറേ ബട്ടൺസ് പൊട്ടിയ പഴന്തുണി അവന് വിതരണം ചെയ്യുക എന്നുള്ളതല്ല കാരുണ്യവർഷത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം. നമ്മുടെ അലമാരി മിച്ചിരിപ്പുണ്ട്, എന്നാൽ പുതിയത് വെക്കാൻ ഇടയും കിട്ടും, എന്നാൽ ഈ കുറേ വേസ്റ്റ് പിറകി കൊടുത്തേക്കാം എന്നുള്ള അർത്ഥത്തിൽ കാരുണ്യവർഷത്തിൻ്റെ സന്ദേശം മനസ്സിലാക്കാതെ ഈ ജീവകാരുണ്യ പ്രവൃത്തി എന്ന് പറയുന്നത് അവനും എന്നെപ്പോലെ മാന്യമായി വസ്ത്രം ധരിക്കാൻ അവകാശമുള്ളതാണ്. അതിനായി ഒന്നാമത് ഞാൻ ചെയ്യേണ്ടത് എനിക്ക് ആവശ്യമുള്ളത് മാത്രം ഞാൻ മേടിക്കുക. ഉപഭോഗം കുറയുമ്പോൾ തന്നെ അതിൻ്റെ വിലയും കുറയും എന്നുള്ള സാമാന്യ തത്വമുണ്ട്. അതുപോലെ തന്നെ അതില്ലാത്തവന് അത് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്, വസ്ത്രം എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വം. ഞാനൊരു ജോഡി പുതിയ ഡ്രസ്സ് മേടിക്കുമ്പോൾ എൻ്റെ കൊച്ചുങ്ങൾക്ക് മേടിക്കുമ്പോൾ അതുപോലെ അയലോക്കത്തെ വീട്ടിൽ വസ്ത്രം മേടിക്കാനില്ലാത്ത കുഞ്ഞുങ്ങളുണ്ട് എങ്കിൽ ആ പിള്ളേർ കൂടി ഒരു ജോഡി ഡ്രസ്സ് മേടിക്കുമ്പോഴേ എൻ്റെ വസ്ത്രത്തിൻ്റെ ആധ്യാത്മികത ഞാൻ അനുഷ്ഠിക്കുന്നു. ഒരുപക്ഷെ നല്ലൊരു ഉദാഹരണം എനിക്ക് തോന്നുന്നത് ആദ്യ കുർബാന സ്വീകരണം. യെസ്, ഈ പല കുട്ടികളും ആ സമയത്ത് വിഷമിക്കും. അപ്പോൾ ആ സമയത്ത് അല്ലേ ഒരു കുട്ടിക്ക് കൂടെ ഒരു ഉടുപ്പ് വാങ്ങി കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായും അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കും. അപ്രകാരമുള്ളൊരു സഹകരണം. അതോടൊപ്പം ഞാൻ ചേർത്ത് വയ്ക്കാൻ ആഗ്രഹിച്ചത് ഇവൻറ്റ് മാനേജ്മെൻറ്റ് ഈ കാലഘട്ടത്തിൽ വലിയ ശാപമായി വരുന്നുണ്ട്. ഒരു ആഘോഷാവസരങ്ങളിൽ ഒരു കുടുംബത്തിൽപ്പെട്ട ബന്ധുക്കളെല്ലാം ഒന്നടങ്കം ഒരേ തരത്തിലുള്ള ഡ്രസ്സ് ധരിക്കുക. കാരണം ഈ വസ്ത്രവ്യാപാരം അല്ലെങ്കിൽ വ്യാപാരികൾ അത്രമാത്രം ഇപ്പം സ്വാധീനിച്ചു കഴിഞ്ഞു സമൂഹത്തെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാരി ആയാലും ചുരിദാർ ആയാലും എല്ലാ വസ്ത്രങ്ങളും പുരുഷന്മാരുടെ വസ്ത്രങ്ങളായാലും ഒക്കെ ഒരു കുടുംബത്തിൽപ്പെട്ട സ്വന്തക്കാരും ബന്ധുക്കളുമായിട്ട് എല്ലാവരും ഒരേ ഡ്രസ്സ് ധരിക്കുക. അത് ചെയ്തില്ലെങ്കിൽ എന്തോ ഒരു കുറവ് പോലെ ഫീൽ ചെയ്യിക്കുക. അങ്ങനെ ഒരു സംസ്കാരം ഡെവലപ്പ് ചെയ്ത് കല്യാണങ്ങൾ അല്ലേ. അതുപോലെ ആദ്യ കുർബാന സ്വീകരണങ്ങളൊക്കെ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നമ്മൾ വിലപ്പെട്ട വസ്ത്രങ്ങളുടേക്കാൾ കൂടുതൽ സ്കൂളിൽ ഉപയോഗിക്കുന്ന യൂണിഫോമുകൾ ആദ്യ കുർബാന സ്വീകരണത്തിലേക്ക് കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. ഈ കുഞ്ഞുങ്ങൾക്ക് അത് ഉപയോഗിക്കാനും പറ്റും, എല്ലാം ഒരുപോലെ തോന്നുകയും ചെയ്യും. ഞങ്ങളുടെയൊക്കെ ഇടവകാരി അച്ഛൻ അങ്ങനെ ആക്കിയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഓക്കെ, നമുക്കൊരു വിഷയത്തിലേക്കൂടെ പോകാറുണ്ട്. മരിച്ചവരെ അടക്കുക. എന്നാരും മരിച്ചവരെ അടക്കാത്ത സ്ഥിതിയൊന്നുമില്ല. എങ്കിലും ഒത്തിരി നമ്മളെനിക്കൊന്ന് കേരളത്തിലൊക്കെ ആ കാര്യത്തിൽ നമ്മുടെ ആളുകൾ ഒത്തിരി സഹകരിച്ച്
ചെയ്യുന്നവരാണ്. എങ്കിലും നമുക്ക് ശ്രദ്ധിക്കാവുന്ന ചില മേഖലകളിലൂടെ സാറ് പറഞ്ഞ പോലെ അതും ഇവന്റ് മാനേജ്മെൻറ്റുകാർ ഏറ്റെടുക്കാൻ തുടങ്ങി. ഒരു മരിച്ചടക്ക് ഇപ്പോൾ 50,000 രൂപയുടെ അടക്ക്, 1,00,000 രൂപയുടെ അടക്കെന്ന് പറഞ്ഞ് ഇപ്പോൾ റേറ്റ് നിശ്ചയിച്ച ഇവന്റ് മാനേജ്മെൻറ്റ് സംവിധാനമുണ്ട്. പിള്ളേരൊക്കെ അമേരിക്കയിലാണ്, അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലാണ്, അവരുടെ സ്റ്റാറ്റസിന് ചേർന്ന രീതിയിലുള്ള അടക്കുകൾ, വാദ്യഘോഷങ്ങൾ. അതെ അതെ. അതോടൊപ്പം കരയാനൊക്കെ ആളുകളെ കിട്ടുമെന്നാണ് പറയുന്നത് പല സ്ഥലങ്ങളിലും. ഞാൻ ഭംഗീന്ദ്രനെ ആണെങ്കിൽ പോലും ഇന്ന് മരിച്ച വീടുകളിൽ പണ്ട് നമ്മളൊരു ചുറ്റുപാടുമുള്ള ആളുകളെല്ലാം ഒന്നിച്ച് വന്നിരുന്ന രാത്രി മുഴുവൻ ആ കുടുംബത്തോട് ചേർന്നിട്ട് പ്രാർത്ഥിക്കുകയും അവരുടെ ദുഃഖത്തിൽ സഹതപിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവം ഇന്ന് നഷ്ടപ്പെട്ടു. പല സ്ഥലത്തും ഈ മരിച്ചടക്ക വേദി മദ്യപാനികളെ കൈയടക്കുന്നതായിട്ട് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അവരുടെ മോശം വാക്കുകളൊക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. പലരെയും വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ അത്ര അനുഭവങ്ങൾ കാണുമായിരിക്കും. അച്ഛനൊക്കെ പ്രത്യേകിച്ച് കാണും. തീർച്ചയായും മരിച്ച വീട്ടിൽ പ്രത്യേകിച്ച് ഒരു തലേന്ന് രാത്രി, ആ രാത്രി വെളുപ്പിക്കണമല്ലോ. അതിന് ഞങ്ങളൊക്കെ ഇടവകളിൽ പലപ്പോഴും ഇതിനെതിരായി പറയുമ്പോൾ ആളുകൾ പറയുന്ന മറുന്യായം എൻ്റെ അച്ഛ, ഒരു മനുഷ്യനും വന്നിരിക്കാനില്ല, കുറേ കള്ളവ് കൊടുത്താൽ ഒരു 5-10 പേരെങ്കിലും ഇരിക്കും. അങ്ങനെ അതും കുടിച്ച് അവൻ കുറേ വർത്താനമൊക്കെ പറഞ്ഞിരിക്കും. മരിച്ച വീടല്ലേ, ആരെങ്കിലും ഒരു ആളനക്കത്തോടു കൂടി ഇരിക്കും. എല്ലാവരും ശവത്തെ പോലെ കിടന്നുറങ്ങാൻ പറ്റിയല്ലോ. അതിനുവേണ്ടി ചെയ്യുന്നതാണെന്നുള്ള ന്യായം പറഞ്ഞുകൊണ്ടാണ് ഈ മരിച്ച വീട്ടിലെ മുഴുവൻ ആധ്യാത്മിക അന്തരീക്ഷവും കളയുന്ന ഇത്തരത്തിലുള്ള മദ്യപാന ശൈലികൾ, രീതികൾ. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഫോട്ടോഗ്രാഫർമാരുടെയും വീഡിയോഗ്രാഫറുടെയും കൂടെ പെരുമാറ്റം കൂടെ ആകുമ്പോൾ മിക്കവാറും മരിച്ചടക്കൻ്റെ ആധ്യാത്മികത അവിടെ എനിക്ക് തോന്നുന്നത് ഞാൻ മരിച്ചടക്ക് രാവിലെ മരിച്ച ഒരാളെ അടുത്ത ദിവസത്തേക്ക് സംസ്കരിക്കാൻ ആവശ്യമില്ലെങ്കിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അന്ന് തന്നെ ആ സംസ്കാരം നടത്തിക്കൊണ്ട് ഈ പറയുന്ന രാത്രിയാമങ്ങളിൽ ഇതുപോലുള്ള അവകാശങ്ങൾ ഉണ്ടാകാതെ. പണ്ടൊക്കെ അതൊരു പ്രാർത്ഥനയുടെ ചൈതന്യമായിരുന്നു. ഇന്നത് മാറി ഇത്തരത്തിലുള്ള വെള്ളം മേടിച്ചു കൊടുത്താലേ ആളുകൾ ഇരിക്കുകയുള്ളൂ എന്ന സാഹചര്യത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ മാറി ചിന്തിക്കണമെന്ന അഭിപ്രായം എനിക്കുണ്ട് അതിനകത്ത്. അത് അയൽപക്കങ്ങളിലെ കൂട്ടായ്മ വളർത്തുക, ഓരോ പ്രദേശത്തെ വാർഡ് പ്രതിനിധികൾ നേതൃത്വം എടുത്ത് ആ പ്രദേശത്തെ മുഴുവൻ കുടുംബങ്ങളും ഒന്നിച്ചു ചേർന്ന്, അത് അവരുടെ ഉത്തരവാദിത്വമാണ്. അവരുടെ വീട്ടിലെ ഒരാളാണ് മരിച്ചത് എന്ന രീതിയിൽ അയൽക്കാർ ആ സംരംഭം ഏറ്റെടുക്കാൻ കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള അനാചാരങ്ങളും ആഭാസത്തരങ്ങളും മരിച്ച വീട്ടിൽ ഒഴിവാക്കാൻ പറ്റും. അതൊരു വിശ്വാസത്തിൻ്റെ സാക്ഷ്യമാണെന്ന് ഓർമ്മപ്പെടുത്താനാണ് മാർപ്പാപ്പ ഈ കാരുണ്യ വർഷത്തിൽ ശ്രമിക്കുന്നത്. നമുക്ക് നമ്മുടെ സമയം തീരാൻ പോകുന്നു എനിക്ക് തോന്നുന്നു. നമുക്ക് ഒരിക്കൽ കൂടി ഓർക്കാം, ഈ നമ്മുടെ വിധിയുടെ മാനദണ്ഡം തന്നെ നമ്മൾ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികളാണ്, പാപമില്ലാത്ത അവസ്ഥയോടൊപ്പം. അപ്പോൾ കരുണ കിട്ടുന്നവർ കരുണ കാണിക്കണം. അഥവാ കരുണ കാണിച്ചെങ്കിലേ ദൈവത്തിൻ്റെ കരുണ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണ് നമ്മൾ, പ്രത്യേകിച്ച് അന്ത്യവിധി. ആ സമയത്ത് കരുണ കിട്ടണമെങ്കിൽ ഇന്ന് നമ്മൾ പറ്റുന്ന വിധത്തിൽ കരുണ കാണിക്കണം. കരുണ കാണിക്കാനായിട്ട് ഒരല്പം ത്യാഗം എടുക്കേണ്ടടുത്ത് എടുക്കണം. കൂടുതൽ ഇത്തരം പ്രവൃത്തികൾ ചെയ്യാൻ നമുക്കൊരു പുതിയ ചൈതന്യം സ്വീകരിക്കാം. നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സെഷൻ അവസാനിപ്പിക്കാം. കർത്താവേ, ഞങ്ങളധികം പേരും അവിടുന്ന് തന്ന സമൃദ്ധി അനുഭവിച്ച് ജീവിക്കുന്നവരാണ്. ഞങ്ങൾക്ക് ഭക്ഷണത്തിനോ കുടിവെള്ളത്തിനോ പാർപ്പിടത്തിനോ ചികിത്സയ്ക്കോ ഒന്നിനും തടസ്സമില്ല. ഞങ്ങളെ സന്ദർശിക്കാൻ ആളുകളുണ്ട്. മരിച്ചാൽ ഇഷ്ടംപോലെ ആളുകൾ ഞങ്ങളുടെ കാര്യം നോക്കാനുണ്ട്. എന്നാൽ ദൈവമേ, ഇതൊന്നുമില്ലാത്ത ഒരുപാട് മനുഷ്യർ ഞങ്ങൾക്ക് ചുറ്റുമുണ്ട് എന്ന ഒരു വലിയ ദുഃഖ സത്യം ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, ചർച്ചകളിൽ പങ്കെടുത്ത് കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും ജീവിതങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. ഉള്ളത് പങ്കുവെക്കാനുള്ള വലിയ അഭിഷേകം അവർക്ക് നൽകണമേ. ഇല്ലാത്തവർക്ക് സാന്ത്വനവും സമാധാനവും നൽകണമേ. സ്വർഗത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് അനേക മനുഷ്യരിലൂടെ ആവശ്യമുള്ളതെല്ലാം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.